കഴിഞ്ഞ ദിവസം ജസ്ന സലീം വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ഇങ്ങനെ തിരി കൊളുത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ പടക്കത്തിന് മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെ. ഇവർ ഈ ഒരു സമയത്ത് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ള ആളുകൾക്ക് അതൊരു ദ്രോഹമാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് കണ്ണനോട് താല്പര്യമുണ്ട്, ഭയങ്കര ഇഷ്ടമുണ്ട്, വലിയ ആരാധന ഉണ്ട് എന്നൊക്കെ തന്നെ കൂട്ടിക്കോ. മറ്റുള്ള മതങ്ങളെ കുറിച്ചൊന്നും മിണ്ടണ്ട, അങ്ങനെ തന്നെ കൂട്ടാം. പക്ഷേ അവരെക്കാൾ മുന്നേ ജനിച്ച് വളർന്ന അന്ന് മുതൽ ഈ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അവർക്കൊരു ഉപദ്രവമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജസ്ന മിണ്ടാത്തത് മാറി നിന്നാൽ മതി. ഈ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രശ്നം അവസാനിച്ചോളൂ. പക്ഷെ നിങ്ങളത് വീണ്ടും ഇങ്ങനെ തീ കൊളുത്തിക്കൊണ്ടേയിരിക്കുക. ഈ തീ കെടുത്താൻ വേണ്ടി നമ്മൾ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് കാര്യം? ഇന്നലെ അവരിട്ട ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. ഓക്കെ, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വിഷജന്തു എന്നൊക്കെയാണ് ആളുകൾ പറയാ, വിഷകല എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താക്കളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സമയത്ത് മറ്റുള്ള മതങ്ങളെ റെസ്പെക്റ്റെങ്കിലും ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം. പല പണ്ഡിതന്മാരും പല മതപണ്ഡിതന്മാരും മറ്റുള്ള മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ ശശികല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിദ്വേഷ രാഷ്ട്രീയമുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഈ ഹിന്ദുമതം അത് തലക്കടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അവരെ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് ജസ്ന സലീം എന്നാ പറയുന്നത്. അങ്ങനെ നിങ്ങൾ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിങ്ങൾ മാറി നിൽക്കല്ലേ വേണ്ടത്. കാരണം അവരത്രക്ക് തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളാണ്. നമുക്കൊന്നും ആ ഒരു രീതിയിൽ തീവ്രമായിട്ട് ഒരു മത ചിന്താഗതിയും ഇല്ല. നമ്മളെല്ലാവരും ഒരേപോലെ കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, റെസ്പെക്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഗുരുവായൂർ അമ്പലനടയിൽ വീണ്ടും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോവല്ലായിരുന്നു വേണ്ടത്. തുടർന്ന് കേൾക്കാം. അപ്പൊ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടു. അപ്പൊ ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ടീച്ചർ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വെച്ച കണിയൊന്നുമല്ല, ഇനി എന്നെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ളതും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം സംഭവം എന്താ വെച്ചാല്, ഗുരുവായൂർ റോഡ് സൈഡില് കണ്ണന്റെ വിഷുക്കണി കണ്ടപ്പം ഞാൻ അതിന്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നോ, അങ്ങനെയല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. റോഡ് സൈഡിൽ നിങ്ങൾ അങ്ങനെ കണി ഒരുക്കി വെച്ചത് കാണുന്നു, നിങ്ങൾ അവിടെ ചെല്ലുന്നു, ആ ഒരു പ്രതിമയിൽ നിങ്ങൾ ഉമ്മ വെച്ചിട്ടുണ്ട്. വിശ്വാസികളായിട്ടുള്ള ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരിക. ഇനി ശശികല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനത് പബ്ലിക്കിലേക്ക് പറയേണ്ട കാര്യമുള്ളത്? നിങ്ങൾക്ക് അവർക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞൂടെ? കാരണം നിങ്ങൾ അങ്ങനെ ഒരു ഇരിപ്പുവശമാണല്ലോ BJP ആയിട്ടുള്ളത് എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടമായിരുന്നു? അവരെ നേരിട്ട് വിളിക്കാമായിരുന്നില്ലേ? എന്തിനാ വെറുതെ ഇത് ജനങ്ങളെ അറിയിക്കുന്നത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് ആളുകളുടെ എണ്ണം കുറവുണ്ട് എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ BJP ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്യുന്നു എന്ന് പറയുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കീഴിലൊക്കെ, അവർക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു. അമ്പലം ദേവസ്വം ബോർഡിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാലങ്ങളായി ഒരു പണിയെടുക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഇതിനോട് കൂടിയിട്ട് തിരികെ കയറ്റാൻ കഴിയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കൃത്യമായി പറയാൻ നിങ്ങൾ നല്ല രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ കയറിക്കൂടണമെന്ന് ആഗ്രഹിക്കുന്ന BJPക്ക് ഇത് വലിയൊരു അവസരമല്ലേ? നിങ്ങൾ കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന അവസരമല്ലേ? കാലങ്ങളോളം സത്യാഗ്രഹം ഇരുന്ന് സമരം ചെയ്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ. ആ പ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും അവരിന് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പൂർണ്ണമായിട്ടും താഴ്ത്തി കെട്ടാനൊന്നും കഴിയില്ല. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനും നീയും ഒക്കെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാ. മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ അല്ല ഇവിടെ. ജസ്ന സലീം ഒന്നും മനസ്സിലാക്കണം. ഈ ഒരു കേരളത്തിന് പുറത്ത്, ഈ കേരളത്തിന് പറയുമ്പോൾ UP മറ്റു സ്ഥലങ്ങളിലൊക്കെ ഹോളി ആഘോഷ ദിനങ്ങൾ പള്ളികളടക്കം മൂടി വെച്ചിരുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ. നമ്മൾ ഈ ഓരോ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൗഹാർദ്ദമൊക്കെ കാണണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നത്. ഇതൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല, കേരളം അങ്ങനെയാണ്. പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകൾ മനഃപൂർവ്വം നിങ്ങളുടെ ബിസിനസ് വളർത്താൻ, നിങ്ങൾക്ക് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വലിയ വിഡ്ഢിത്തരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോ ശശികല ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം ഇട്ടു എന്ന് പറയാണ് നിങ്ങൾ. ആ ഒരു കാര്യം അവരെ വിളിച്ചറിയിക്കായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ വീണ്ടും ഇതൊരു തീയിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് പോലെ വീണ്ടും നിങ്ങളുടെ കമന്റ് ബോക്സ് ഞാൻ വായിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, എന്തായാലും അടുത്ത എന്താ കേൾക്കട്ടെ. അല്ലാതെ ഞാൻ വെച്ച വിഷുക്കണി എന്നുള്ള രീതിയിലാണ് ടീച്ചറുടെ ആ ഒരു പോസ്റ്റ് കണ്ടത്.
അപ്പോ ഇനി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ ചെയ്യാണ് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഓക്കെ, കാലങ്ങളായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ ഒരു പ്രതിഷ്ഠ അല്ല, ഒരു പ്രതിമ അവിടെ വെക്കും. കണ്ണന്റെ പ്രതിമയാണ്, അതിന് ചുറ്റിലും കാണിക്കാൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുള്ളതാ, അത് കാലങ്ങളായിട്ടുള്ളതാ, ഞങ്ങൾക്കറിയാം. നിങ്ങൾ അവിടെ വന്ന് ആ ഒരു ഫോട്ടോ എടുത്തു എന്നുള്ള സംഭവം, ആ ഒരു ചിത്രത്തിൽ ഉമ്മ വെച്ചു എന്നുള്ള സംഭവം, പ്രതിമയിൽ ഒരു ഉമ്മ വെച്ചു എന്നുള്ള ഒരു സംഭവം, കണ്ണനെ കണ്ട് അങ്ങനെ മിണ്ടാതെ പോകാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇതൊക്കെ തന്നെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. കാരണം നിലവിൽ ഇവിടെ ഹൈക്കോടതി, നിങ്ങൾ കോടതി അലക്ഷ്യത്തിന് ഒരു കേസുണ്ട്. അതുകൂടാതെ വീണ്ടും നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ളത് കലാപാഹനത്തിന് ഒരു കേസ് എടുക്കുന്നു. പക്ഷെ പുതിയൊരു നിയമപ്രകാരം IT ആക്ട് പ്രകാരം 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കേസുകൾക്ക് മാത്രമേ നേരിട്ട് അറസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് വരാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തതിൽ ഇരു സമുദായത്തിലുള്ള ആളുകൾക്കും പ്രക്ഷോഭമുണ്ട്, ഇരു സമുദായത്തിലുള്ള ആളുകൾക്കും സങ്കടവുമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെയും ഹൈന്ദവരായ ആളുകളെയും ഇസ്ലാം മതവിശ്വാസികളായ ആളുകളെ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്നില്ല. തട്ടം ഇട്ടിട്ടാണ് അത്ര ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോകുക. അത് കുറെ ആളുകൾ പറയാൻ കേട്ടു. തട്ടം ഇടാതെയാണ് പലപ്പോഴും പുറത്ത് നടക്കാറുണ്ടെന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. തട്ടത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. തട്ടം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മതത്തിന്റെ കുത്തകയായിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല. തട്ടം എന്ന് പറയുന്നത് ശിരസ് മറക്കുക എന്നുള്ളത് അത് നമ്മുടെ രാജ്യത്ത് ഓൾറെഡി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. തട്ടം ഇടുന്ന ഹിന്ദു ആണെങ്കിലും മുസൽമാനാണ് ക്രിസ്ത്യൻ ആണ് എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു തട്ടത്തിന് ഇങ്ങനെ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ട്, ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഈ ഔറത്ത് മറക്കുക എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട്, ആ ഒരു കാര്യത്തെ നിങ്ങൾ ആ മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ താല്പര്യമാണ് തട്ടമിടുകയോ ഇടാതിരിക്കുകയോ. പക്ഷെ നിങ്ങളുടെ താല്പര്യമോ നിങ്ങളുടെ സ്വാതന്ത്ര്യമോ അല്ല ഗുരുവായൂർ അമ്പലനടയിലേക്ക് ഇനി വരിക എന്നുള്ളത്, അല്ലെ? അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം വിശ്വാസികളായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികളായ ആളുകളുടെ ഭാവം മാറും. അങ്ങനെയാണ് പതുക്കെയാണ് ആളുകൾക്ക് ഈ ഒരു ഇത് വരിക, മനസ്സിലാവുകയും അതേപോലെ തന്നെ ഒരു വിദ്വേഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ ഒരു കേസിന് ആസ്പദമായിട്ട് കൃത്യമായ വിധി വരികയും ആ വിധിയെ നിങ്ങൾ മാനിക്കുക പോലും ചെയ്യാതെ നിരന്തരമായിട്ട് വീണ്ടും സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ശശികല ടീച്ചറോട് നിങ്ങൾക്ക് നേരിട്ട് നല്ല കമ്പനി, നല്ല ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു, നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? വളരെ വളരെ മോശമായി പോയി. കണ്ണനെ കണ്ടപ്പം കണ്ടില്ല എന്ന് നടിച്ച് പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. അതോടെ ഞാൻ ഇതിൽ കൊടുക്കാം. ഗുരുവായൂർ അമ്പലനടയിൽ എന്നെ പോയി കണ്ണനെ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത്ര അതിയായ ആ ഒരു വിശ്വാസമാണ് എങ്കിൽ നിങ്ങളൊരു കണ്ണന്റെ പ്രതിമ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം തന്നെ വീട്ടിൽ വെച്ചിട്ട് ഒന്ന് മാലയിട്ട് അങ്ങ് പൂജിച്ചാൽ പോരെ? എന്തിനാ വെറുതെ ഗുരുവായൂർ അമ്പലനടയിലേക്ക് വന്ന് അവിടെയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ചോദിക്കുകയാണ്, അല്ലെ? ഞാൻ ഇപ്പൊ ഏതൊരു വിശ്വാസിയായ ഒരാളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇപ്പൊ ഇവിടുന്ന് മഞ്ചേരി എവിടെയാണ് നിങ്ങൾ നാട്, ഇവിടെ നിന്ന് അത്ര ദൂരം യാത്ര ചെയ്തു പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞുകൊണ്ടും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? ഇനിയിപ്പോൾ അടുത്ത കേസും കാര്യങ്ങളും വീണ്ടും വരില്ലേ? നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ള ആ ഒരു കുഴി തോണ്ടി വെച്ചിട്ടുള്ളത്. കൊള്ളാം. ഇപ്പൊ നിങ്ങൾ അവസാനം ചെയ്ത കാര്യം ഒരു മനുഷ്യനും ചെയ്യില്ല. ഏതൊരു വ്യക്തിയും ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിന്റെ മുൻവശത്തായിട്ട് വെച്ചിരിക്കുന്നതാണ് ഗുരുവായൂർ അമ്പലനടയിലാണ് യഥാർത്ഥ വിഗ്രഹം ഇരിക്കുന്നത്. അവിടേക്കാണ് ചൈതന്യം ഉണ്ടാവുക എന്ന വിശ്വാസം കൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കും, അല്ലെ? പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, നേരെ ചെന്നിട്ട് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുക, നിങ്ങൾ ഉമ്മ വെക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യം എന്താ? ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ടം കൂടി ഉണ്ട്. ഇനി ഒരു അടുത്തൊരു കാര്യം ഞാൻ പറയാം. അത് നമ്മൾ പറയാൻ പാടുന്ന ഒരു കാര്യമൊന്നുമല്ല. അതായത് ആ വിഗ്രഹത്തിൽ തൊടാൻ പാടില്ല, ആ വിഗ്രഹത്തിൽ ഉമ്മ വെക്കാൻ പാടില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, കുഴപ്പമുള്ള ഒരു കാര്യമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്, അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അമ്പലനടയിലേക്ക് നിങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ വരയ്ക്കുന്ന കൃഷ്ണന്റെ ചിത്രം വിൽപ്പന നടക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ കൂടുതൽ ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ തുടക്ക സമയത്തുള്ള വീഡിയോസൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുക. എല്ലാ വീഡിയോയിലും വന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും മനസ്സിലാവും. നിങ്ങളത് ഒരു ബിസിനസ് ആയിട്ട് എടുത്തു, നിങ്ങൾ ബിസിനസ് നല്ലപോലെ പോകുന്നു, അതൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ കാലത്ത്, ആ ഒരു സമയത്ത്.
പക്ഷെ അമ്പലനടയിൽ വന്ന് നിങ്ങൾ ബഹളം വെക്കുമ്പോൾ സത്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ കാരണം ഇവിടെ മതസ്പർദ്ധകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തന്നെ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ കാരണം ഉണ്ടാവുന്നതാണ്. എന്തിനാണ് അനാവശ്യമായിട്ട് ഇവിടെ ഒരു മതസ്പർദ്ധയും മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നിങ്ങൾ ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും ഇപ്പോൾ ഏതൊരു ഉസ്താദ് പറഞ്ഞു എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അയാൾ എന്തോ സംസാരിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ, അത് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള കാര്യം. പക്ഷെ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയുള്ള ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂരമ്പല നടയിലേക്ക് വരുന്നു, വിശ്വാസികളായ ഒരാൾ വന്നിട്ട് ചോദിക്കുക നിങ്ങൾ എന്തിനോട് വന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിയുള്ള ഒരാൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു പറയണം നമ്മളോട് ചെല്ലരുത് എന്നുള്ളതാണ്. നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവർക്ക് മാത്രമേ അമ്പലത്തിൽ വരാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞു ശരിയാ, ഞാൻ അങ്ങോട്ട് പോകണ്ട എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ അത്ര വിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന്റെ അപ്പുറത്തേക്കാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ കുറച്ച് കമന്റുകൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന തീവ്ര സംഖ്യയുടെ കമന്റാണ്. ആദ്യം തന്നെ അത് പറയാം. നീ ശൂർപ്പണഖയുടെ പുനർജന്മം വല്ലതുമാണോ? ഭഗവാൻ പലവട്ടം ആട്ടി ഓടിച്ചിട്ടും പിന്നെയും പിന്നെയും ചെന്ന് ക്ഷമ പരീക്ഷിക്കാൻ പോകുന്നത് കണ്ട് ചോദിക്കുകയാണ്. ശൂർപ്പണഖയ്ക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? ശൂർപ്പണഖയെ അങ്ങ് വധിച്ചു അല്ലെ? എന്താ ചെയ്യാൻ? ഭഗവാനോട് ഭക്തിയുള്ളവർ ഭഗവാനെ കൈ തൊഴുകയാണ് പതിവ്, അല്ലാതെ ഉമ്മ വെക്കാൻ ഭഗവാൻ നിന്റെ കൂടെ നടക്കുന്ന ആ കോന്തൻ സുഡാപ്പിയല്ല. ഓക്കെ, കേട്ടില്ലേ? ഇവിടെ സുഡാപ്പി എന്ന വാക്ക് നീ കാരണം കേട്ടില്ലേ? ഇത് നിരന്തരമായി ആളുകൾ വിളിക്കില്ലേ? മതങ്ങളെ തമ്മിലടിക്കാൻ ഇതൊരു കാരണമാവില്ലേ? തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ അവരുടെ അണികളിലേക്ക് ഇത് എത്തിക്കില്ലേ? എന്ത് സംഭവിക്കും? രണ്ട് മതങ്ങളും തമ്മിൽ തല്ലാവില്ലേ? ഇത് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാ. മിക്കവാറും നീ ഭഗവാനെ കൊണ്ട് സുദർശന ചക്രം എടുപ്പിക്കും. അതിനുള്ള പോക്കാണിത്. ശശികല ടീച്ചറെ പഠിപ്പിക്കാൻ വരുന്നോ നാണം കെട്ട ഡാഷുകൾ? ശശികല ടീച്ചറെ പഠിപ്പിക്കാൻ പോയിട്ട് കാര്യമില്ല, ഞങ്ങൾക്കറിയാം. അവര് തീവ്ര മനോഭാവമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ശശികല അത് സ്വയം ഏറ്റെടുത്ത് വന്നിട്ട് പൊന്നാനിക്കടൽ മുസ്ലിങ്ങളുടെ, ആലപ്പുഴക്കടൽ അവരുടെ, ഇവരക്കടൽ ഇവിടെ എന്ന് പറഞ്ഞ് ബഹളം വെച്ച ഒരു വ്യക്തിയാണ്. നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ശശികല ടീച്ചറെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് പോലും. ആർക്ക്? ജസ്നയ്ക്ക്. ഇവളെന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും. എത്രയോ നല്ല ഹിന്ദു മത വിശ്വാസികളുണ്ട്, ഇതുവരെ ആരും ഇങ്ങനെ ഒരു കോപ്പായം ചെയ്തതായി കണ്ടിട്ടില്ല. നോട്ട് ദി പോയിന്റ്. ഇതൊക്കെ കച്ചവട തന്ത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും താത്ത. ഇതൊരു കച്ചവട തന്ത്രമാണ് എന്ന് എല്ലാവർക്കും ഓൾറെഡി അറിയാം. ഞാൻ കുറച്ച് നേരത്തെയാണ് നമ്മളെ അനന്തുവിന്റെ വീഡിയോ ആണത്, ഇറ്റ്സ് മീ അനന്തു, ലൈഫ് ഓഫ് അനന്തുവിന്റെ വീഡിയോയിൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു മുസ്ലിം പള്ളിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടും എന്നുള്ളത്. നമ്മളൊരു മുസ്ലിം പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കേരളമാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് അവിടെ പോയിട്ട് റീൽസും വീഡിയോസും എടുത്ത് അവരെ ബുദ്ധിമുട്ടിച്ചാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത്രേ ഉള്ളൂ. ഇവിടെ നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ജസ്ന സലീമിന് ഗുരുവായൂർ അമ്പലനടയിലേക്ക് കയറി ചെന്ന് ഒരു ഫോട്ടോ എടുക്കാൻ കഴിയും. അതിൽ യാതൊരു തർക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിയില്ല എന്നുള്ളതാ. അവര് കാരണം ഈ വിശ്വാസികളായ ആളുകളുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അതായത് നമ്മുടെ മൗലിക അവകാശത്തിലുള്ള നമ്മളെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് ദേവസ്വം ബോർഡിന്റെയും അവരുടെ വകുപ്പുകളും ഒക്കെ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ജസ്ന സലീമിനെ നമ്മൾ എന്ത് പറയാനാ? മുസ്ലിമായ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഹിന്ദുക്കളിലുണ്ട്. അവർ നല്ല രീതിയിൽ ഭക്തിയോടെ ബഹുമാനത്തോടെ കാണുന്ന കണ്ണനെ ഇവൾ അലങ്കോലപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ആ നല്ല കൂട്ടുകാരോട് പോലും ദേഷ്യം വരുന്നു. ആ ദേഷ്യം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അങ്ങനെ അനുവദിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ഭാവത്തോടു കൂടി പറഞ്ഞതാണ് കേട്ടോ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വരരുത്. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണ്, നിങ്ങൾക്ക് കണ്ണനോട് അത്രയും പ്രിയമാണെങ്കിൽ നിങ്ങൾ ഹൈന്ദവ മതം സ്വീകരിക്കുക. അതിന് സാധിക്കുമോ? വെറുതെ വീഡിയോ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി അവിടെ വരരുത് പ്ലീസ്. ഹൈന്ദവ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ വരരുത്. ഇങ്ങനെ കുറെ കമന്റുകൾ കിടക്കുകയാണേ. കമന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരന്മാരാണ് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നത്. ദയവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നുള്ളത്. കാരണം അവർക്കൊരു ആഗ്രഹമുണ്ട് സ്വന്തം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലരുത് എന്നുള്ളത്. ഓക്കെ, നമ്മളെ ജിംഖാന ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതാ. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് വലിച്ച് നീട്ടുന്നൊന്നുമില്ല. ഒന്നേ പറയാനുള്ളൂ, എൻ്റെ പൊന്ന് ജസ്ന സലീമെ, നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ തമ്മിലടിപ്പിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസം ഓവറായിട്ട് തലക്കടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മതം മാറാം, വേണമെങ്കിൽ മാറിയാതെ, മതം മാറുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ഒരു കണ്ണൻ്റെ പ്രതിമയും ഫോട്ടോ ഒക്കെ ഉള്ളതല്ലേ, അവിടെ ആരാധിച്ചങ്ങ് കൂട്. എന്തിനാ വെറുതെ മറ്റുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നത്? പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ കമന്റുകൾക്ക് മറുപടി കൊടുക്കുക, അതേപോലെ തന്നെ വീഡിയോസിന് മറുപടികൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നാറിയിട്ട് അത് ഇല്ലാണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ വിൽപ്പനയാണ് നിങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്, അത് ഇല്ലാണ്ടാവും. അത് ഹിന്ദുക്കളായ ആളുകൾ വാങ്ങൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ല, പിന്നെ നിങ്ങൾ കുടുങ്ങിപ്പോയില്ലേ.
ഇവിടെ എല്ലാവരും ഒരുപോലെ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാതെ മതങ്ങൾ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്ന് പറയിപ്പിക്കരുത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇതൊരു വിദ്വേഷത്തിലേക്ക് കടന്നു പോകും. നമുക്കെന്തായാലും അങ്ങനെയൊന്നും തോന്നില്ല. കാരണം നമ്മൾ ആ ഒരു ചുറ്റുപാട് ജീവിക്കുന്ന ആളാണ്. മലപ്പുറം ജില്ലയിൽ എട്ടപ്പാട് ഭാഗത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളിലൊന്നും അങ്ങനത്തെ വിദ്വേഷ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളുകളൊക്കെ ഓടിയെടുത്ത് പുല്ല് പോലും മുളച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ വേറെ കാര്യമാണ്. അതൊന്നും അവിടെ വിഷയമാക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും AAP BJPക്കാരും RSSകാരും അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഹൈന്ദവർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഹൈന്ദവർക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പൊ ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആം ആദ്മിക്കാരും എല്ലാവരും ഇതിൽ കമന്റ് ഇടുന്നുണ്ട്. നേരിട്ട് തന്നെ എന്നോട് ഒരുപാട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണെന്നിട്ടോ എന്നുള്ളത്. ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ ഇത് മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യപ്പെട്ട കാര്യങ്ങൾ കൂടി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. ആളുകളുടെ ഇൻട്രസ്റ്റ് കൂടുതലായിട്ടും ജസ്ന സലീം എന്ന വിഷയത്തിലേക്ക് കൂടി വരികയാണ്. ജസ്ന സലീം ഈ ഒരു വൃത്തികെട്ട പരിപാടി അവസാനിപ്പിക്കുക. ദയവ് ചെയ്ത് ഇനിയും നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും വരും പുതിയ വാർത്താവിശേഷങ്ങളുമായി. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.